ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ എനിക്ക് കുറേ ശത്രുക്കളുണ്ടാവും എന്നുള്ള പൂർണ്ണ ബോധത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ റോഡ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആരെങ്കിലും മരിക്കും, കുറച്ച് പേര് സമരം ചെയ്യും, വീണ്ടും പാച്ച് ചെയ്യും, പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ടാറിങ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അതന്നെയാണോ നടക്കുന്നത്, ഇല്ലെങ്കിൽ ആ കാര്യം വീണ്ടും നടക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇവന്മാർ വന്നു വീഡിയോ ഇട്ടുകൊണ്ട് പോയി, ഇവന്മാർ ഇത്രയേ ഉള്ളൂ എന്നുള്ള തോന്നൽ ആർക്കും വരാൻ പാടില്ല. ഇനി ഇവർ റോഡിൽ വർക്ക് എന്ന് പറഞ്ഞ് തൊടുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. അത് നമ്മുടെ കയ്യിലാണുള്ളത്. നമ്മളെല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാവരും നടക്കേണ്ട, ഒരാൾ പ്രതികരിക്കേണ്ടി പോകണമെന്നല്ലാണ്ട് ഈ കാര്യത്തിൽ നല്ല കൃത്യമുള്ള തീരുമാനം വേണം. ഈ വഴി കൂടെ ഹെവി ആയിട്ടുള്ള ഭാരം കൂടിയ വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ പോകാൻ പാടുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല, പക്ഷേ പോകുന്നുണ്ട്. പോകുമ്പോൾ അതിനെ ടോളറേറ്റ് അല്ലെങ്കിൽ അതിനെ താങ്ങാൻ ശേഷിയുള്ള എത്ര തിക്നെസ്സിലാണോ റോഡ് എന്നുള്ള കാര്യമെങ്കിലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പണി നടക്കുമ്പോഴാണെങ്കിലും എന്നെക്കാളും ഇതിനെക്കുറിച്ച് നോളജുള്ള കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിലൊരു ശ്രദ്ധ കാണിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഇവിടെ ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നാലേ ഇങ്ങനെ വീഡിയോ ഇട്ട് റെസ്പോണ്ട് ചെയ്യുന്നുള്ള പേടിയിൽ എല്ലാവരുടെയും ചെറിയ ചേഞ്ചൊക്കെ നടക്കുള്ളൂ എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇടാൻ കാരണം. അല്ലാണ്ട് കുറച്ച് പേര് വിചാരിക്കുന്ന പോലെ എനിക്ക് ചീപ്പ് പബ്ലിസിറ്റിയോ ഇത് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് എനിക്കൊന്നും വേണ്ട. നിങ്ങളങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ പണി കഴിഞ്ഞതും എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് വേണമെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. വേറെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഇതിനെക്കുറിച്ച് അറിവുള്ളവർ ഇതിനെക്കുറിച്ച് സംസാരിക്കണമില്ല. സംസാരിക്കുന്നവരിന് ഇങ്ങനെയും പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ